സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്നേക്ക് ആൻഡ് ലാഡർ. സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കളിച്ച കൂട്ടുകാർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ ഒന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട. എസ് ഓർ നോ ഇതിലേതെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഒത്തിരി കളിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ളൊരു ഗെയിം തന്നെയാണ് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഫോണിലൊക്കെ കാണും കളിക്കാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ ഫോണിൽ കളിക്കുന്നതിനേക്കാളും ഇങ്ങനെ കളിക്കുന്നതാണ് അടിപൊളി. നമ്മൾ ചിരിച്ചിരിച്ചൊരു പരുവാവും. ഒരാളങ്ങ് കയറി അങ്ങ് പോവും, ഒരാളങ്ങ് ഇറങ്ങി വരും. പിന്നെ ലാസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ നമ്മൾ താഴെ ഇറങ്ങി വരും. അത് ഭയങ്കര രസമാണ്. നമ്മൾ ചിരിച്ച് സകലവും മറന്ന് നമ്മൾ എൻജോയ് ചെയ്ത് കളിക്കുന്നൊരു ഗെയിം തന്നെയാണ് സ്നേക്ക് ആൻഡ് ലാഡർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, കുഞ്ഞുനാളിലൊക്കെ വലിയമ്മയുടെ വീട്ടിൽ പോകുമായിരുന്നു ഇത് കളിക്കാൻ വേണ്ടി. അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ വീട്ടിലിത് കളിക്കുമായിരുന്നു. ഏട്ടൻ്റെ വീട്ടിൽ. ഏട്ടൻ്റെ ചിറ്റപ്പൻ്റെ 2 പിള്ളേരുണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ ചേച്ചിയുടെ മോളുണ്ട്, ഹസ്ബൻഡുണ്ട്. അതായത് ഏട്ടൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും മോളും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കളിക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്ന കുറേ സമയം ഇരുന്ന് കളിക്കുന്ന ഒരു ഗെയിമാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ച് ലാസ്റ്റ് ഞങ്ങൾക്ക് വയറ് വേദനിച്ചിട്ടിരിക്കും. അത്രയ്ക്ക് ചിരിക്കും. കാരണം അങ്ങനെയാണ് ഈ ഒരു ഗെയിം. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിള്ളേർക്ക് കളർഫുള്ളായിട്ട് കളിക്കാൻ വേണ്ടി ഞാൻ എല്ലാ കോളത്തിലും കളറൊക്കെ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ എല്ലാവരുടെ സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് കൊടുത്തു. കുഞ്ഞു മക്കളുടെ കയ്യിലല്ലേ കളിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ ചിലപ്പോൾ ആവാം. പിന്നെ എവിടെയെങ്കിലും അവർ കളിച്ചിട്ട് അങ്ങ് കൊണ്ടിടും. അപ്പോൾ എങ്ങനെയായാലും ഒരുവിധം സൂക്ഷിച്ച് വെച്ചിരുന്ന കുറേ നാൾ ഓടാൻ കണക്കിനാണ് ഞാൻ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ 2 മിനിറ്റിലിരുന്ന് കാണുന്നത് ഞാൻ 2-3 മണിക്കൂർ എടുത്ത് കംപ്ലീറ്റ് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വർക്കിന് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കണ്ട. പിന്നെ ഞാൻ ഇതിന് വേണ്ടി ഒരു ഇറേസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കട്ടിയൊക്കെ സെറ്റ് ചെയ്തത്. എനിക്ക് സത്യം പറയട്ടെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ചെയ്തത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് പിള്ളേരുണ്ട്, അവരുടെ സഹോദരങ്ങളെല്ലാ പിള്ളേരും. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സക്സസ് ആയോ ഇല്ലെന്ന് കളിച്ച് നോക്കണ്ടേ, അങ്ങനെ കളിച്ച് നോക്കിയതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വെക്കേഷനല്ലേ, പിള്ളേരുടെ ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടി ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ ശരി, ബൈ.